ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ആയി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ഇതും കുറച്ച് മുമ്പേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ആദ്യക്കൂടെ പിറന്നാളിൻ്റെ വീഡിയോ ആണ്. നവംബർ 11 പിറന്നാൾ, 13 ഡേറ്റ് ഓഫ് ബർത്ത്, രണ്ടും വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് വലിയ പരിപാടികളൊന്നും ഉണ്ടാക്കിയില്ല. മൂന്നാമത്തെ ബർത്ത്ഡേ ആണ്. പിറന്നാളിന് നമ്മൾ ജസ്റ്റ് അമ്പലത്തിൽ പോയി, അമ്മ വീട്ടിൽ ചെറിയൊരു സദ്യ ഉണ്ടാക്കി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അന്ന് വൈകിട്ട് നമ്മൾ പെരിന്തൽമണ്ണ എവിടെയോ പോയി. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ വീഡിയോ. പിറന്നാളും ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രോഗ്രാമൊക്കെ ഒരുമിച്ച് ഒരു വീഡിയോ ഒക്കെയാണ് ചെയ്തത്. പിറന്നാളിൽ നമ്മൾ ആദ്യം നമ്മുടെ അവിടെ ഏട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂന്താനത്ത് പോയതിൻ്റെ വീഡിയോസാണ് കേട്ടോ. ഞാനും ഏട്ടനും ആദ്യക്കൂട്ടനും പിന്നെ ഏട്ടൻ്റെ ചെറിയ അനിയത്തി, ഞങ്ങൾ 4 പേരും കൂടെയാണ് പോയത്. പ്രത്യേകിച്ചൊന്നുമില്ല, അമ്പലത്തിൽ ജസ്റ്റ് തൊഴുതു, 1-2 വഴിപാടൊക്കെ കഴിച്ചു. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അധികം നേരമൊന്നും അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല. അത് തിരിച്ച് ആദ്യക്കൂട്ടം വീട്ടിലെത്തിയിട്ട് കളി പരിപാടിയിലൊക്കെയാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോയി. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അമ്മ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. സദ്യ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചോറ്, കറി, ഉപ്പേരി, പപ്പടം, പിന്നെ ഒരു പായസം. ആദ്യക്കൂട്ടം ഒറ്റയ്ക്ക് ഇലയൊക്കെ ഇട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇങ്ങനെയൊക്കെ കഴിക്കണ കാണുമ്പോഴാണ് നമുക്ക് വലുതായി എന്നൊക്കെ തോന്നുക കേട്ടോ. മൂന്നാമത്തെ പിറന്നാളാണ്. വീഡിയോസ് ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് വലിയ കുട്ടിയായി തോന്നുക. കാരണം നമ്മളിങ്ങനെ ദിവസവും കാണുന്നതുകൊണ്ട് നമുക്ക് മാറ്റം വല്ലാണ്ട് അറിയില്ല. അതുപോലെ വേറെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് പറയുമ്പോഴാണ് വലുതായല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നുക. അപ്പം ഇനിയിപ്പോൾ അംഗൻവാടിയിലൊക്കെ പോകാനായി. അങ്ങനെ പിറന്നാൾ കഴിഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ജസ്റ്റ് പെരിന്തൽമണ്ണ പോയതായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ മറൈൻ എക്സ്പോ പരിപാടി കണ്ടത്. വേറെ എന്തോ ഒരു ആവശ്യത്തിന് നമ്മൾ പോയതായിരുന്നു. സത്യം പറഞ്ഞാൽ എന്തിനാണ് പോയതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. വോയിസ് ഓവർ എടുക്കണ 1 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോഴാണ് ഈ മറൈൻ എക്സ്പോ കണ്ടത്. അപ്പോൾ ആദ്യക്ക് മീനുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അക്വേറിയം സാധനങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കയറി എന്തൊക്കെയോ മീനിൻ്റെ എക്സ്പ്രഷനൊക്കെ കാണിച്ച് കുറേ നേരം നടക്കുന്നു കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഞാൻ എന്തൊക്കെയോ വോയിസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ഇവിടുത്തെ സൗണ്ടിൻ്റെ ഇടയിൽ ഒന്നും കേൾക്കാനില്ല. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കോപ്പിറൈറ്റ് വരും പാട്ടുള്ളത് ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് ഫുള്ള് കളയേണ്ടി വന്നു. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആദ്യക്ക് എന്തായാലും നല്ല ഇഷ്ടമായി കേട്ടോ. ആദ്യം കുറേ നേരം അവിടെ കളിച്ച് ഒക്കെ ഇങ്ങനെ നടന്നു. പിന്നെ 120 രൂപ എങ്ങാണ്ടാണ് തോന്നുന്നു ടിക്കറ്റ്. പക്ഷേ അതിന് മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് മാത്രം ഒന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ കുട്ടികൾക്ക് ഇങ്ങനെ ഇഷ്ടമാവും കേട്ടോ. കുറേ നേരം നടന്ന് പിന്നെ എല്ലാ മീനും കണ്ട് മതിയാവും. പിന്നെ നമ്മൾ മത്സ്യകന്യകേനെ കണ്ടു. പക്ഷെ അത് ആദ്യക്കൂട്ടിന് അത്ര വലിയ ഇഷ്ടമായില്ല. ആദ്യക്കൂട്ടിന് അത് കണ്ടപ്പോൾ പേടിയാവുകയാണ് ചെയ്തത്. പിന്നെ ഈ മീനിനെ ആദ്യം നല്ല ഇഷ്ടമാണ് കേട്ടോ. ആദ്യൻ്റെ അടുത്ത് 2 മീൻ ഇങ്ങനത്തെ ഉണ്ട്. അതുകൊണ്ട് ഈ മീനിനെ എനിക്ക് നല്ല ഇഷ്ടമായത്. കുറേ നേരം അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു, അവിടെയും ഇവിടെയും തൊട്ടിട്ടൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. മത്സ്യകന്യകേൻ്റെ അവിടെ കുറേ നേരം നിൽക്കാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ളടത്തൊക്കെ നമ്മൾ വേഗം പോയി. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആൾക്ക് ഇഷ്ടമായില്ല. അങ്ങനെ കണ്ടപ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തില്ല തോന്നുന്നു. ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ വേഗം പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ സ്റ്റോള് പോലെ ഉണ്ട് കേട്ടോ, കുറേ ഫുഡ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ നിന്ന് കോട്ടൺ ക്യാൻഡിയൊക്കെ മേടിച്ച് പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് നമ്മൾ അടുത്ത സാധനം മേടിച്ചത്. ഈ സാധനം വാങ്ങിക്കാനാണ് മെയിനായിട്ട് നമ്മൾ പോയത് കേട്ടോ. മാറ്റൂ എന്താ അയ്യോ എന്താ സന്തോഷം. അമ്മേ, ഇത് വെടി വെക്കണ്ടോ? കേക്ക് കൊടുത്തി അനുമേമ്മ സർപ്രൈസ് ആയിട്ട് ആദ്യം ബർത്ത്ഡേ ഒക്കെ സെറ്റാക്കാൻ കേട്ടോ. അവിടെ വലിയ പരിപാടികളൊന്നുമില്ല. ഒന്ന് സ്പൈഡർമാൻ ഡ്രസ്സ് ഇട്ട് കേക്ക് മുറിക്കണം. കേക്ക് മുറിക്കൽ അത്രേ ഉള്ളൂ, വേറെ പരിപാടികളായിട്ടൊന്നുമില്ല. അവൻ കുറേ ആയിട്ട് അനുവിനോട് സ്പൈഡർമാൻ കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ഒരു അവഞ്ചർ തീം കേക്കാണ് സെറ്റാക്കിയത്. കേക്ക് നമ്മൾ കാണിക്കാം കേട്ടോ. യെസ്, കുറേ ആയി പറയണു, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. 3ാമത്തെ വയസ്സാവാനായി പറയുമ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. കേക്കിന്റെ ബാക്കാണ് അവഞ്ചർ. ഞാൻ സിമ്പിൾ മതി എന്ന് പറഞ്ഞിട്ടോ, ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ കളർ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം ഒന്നാമത് ആ കളറൊക്കെ വായിലൊക്കെ ആയി ആകെ പ്രശ്നമാവും. പിന്നെ വെറുതെ അവൻ്റെ സന്തോഷത്തിന് 2 ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ കേക്ക് കേട്ടോ, അവഞ്ചറിൻ്റെ ആയും ആദീൻ്റെ ആയും കൂടെ ഒരുമിച്ചാക്കി നമ്മൾ. പിന്നെ ഒരു 3 ഉണ്ട്. പിന്നെ അതിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് സംഭവങ്ങളും കൂടെ ചെയ്താൽ സെറ്റ്. അതി ആരാ ഇനി ഇട്ട് നിൽക്കണതൊക്കെ? അപ്പൊ ഈ ഡ്രസ് ഇട്ട് നിൽക്കണത് ആരാ? അമ്മ എല്ലാരും ഉണ്ടോ? ഓക്കെ, എന്നാ കട്ട് ചെയ്യാ. അരുമേമ അധികം കത്തി കൊടുക്കൂ. Happy birthday to you. Happy birthday Spider-Man. Happy birthday dear Spider-Man. Happy birthday to you.
ആദിക്കുട്ടാ ചീസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പിറന്നാൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ പെരിന്തൽമണ്ണ പോയിട്ടോ. പെരിന്തൽമണ്ണ KVRലാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ ഓപ്പിയും ആളിയനും കുഞ്ഞി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ കാർ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യൻ്റെ ബർത്ത്ഡേക്ക് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചതായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ആദ്യൻ്റെ ബർത്ത്ഡേൻ്റെ അന്നാണ് കാർ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കാർ കേട്ടോ. സ്വിഫ്റ്റാണ്, ബ്ലൂ കളർ. ഏട്ടൻ എന്തോ കളർ ചെന്ന് കണ്ടപ്പോൾ തന്നെയാണ് ഇഷ്ടമായി. അപ്പോൾ പിന്നെ നമ്മൾ ഇതന്നെ എടുക്കാമെന്നാണ് തീരുമാനിച്ചു. പിന്നെ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ഡിസൈർ ഉണ്ട്, അത് വൈറ്റാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കളർ എടുക്കാമെന്ന് വിചാരിച്ചെടുത്തു. പിന്നെ എന്താ വെച്ചാൽ വൈകുന്നേരമായി നമ്മുടെ ഡെലിവറി പേപ്പർ കാര്യങ്ങൾ വർക്കുകളൊക്കെ കഴിഞ്ഞ് റെഡി ആയപ്പോഴേക്ക്. അപ്പോൾ എനിക്ക് അധികം ക്ലിയറിൽ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കാർ എടുത്തു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ കേക്ക് കട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന് ഓൾറെഡി. പിന്നെ ഒന്നാമത് ആദ്യക്ക് ചെറിയ ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ ഒരു ഇതിലായിരുന്നില്ല. വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും പറ്റ വയ്യാതെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു പ്ലേറ്ററാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒരു സൂപ്പൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും അതൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഏറെക്കുറെ നമ്മുടെ പിറന്നാൾ പരിപാടികളൊക്കെ അവിടെ തീർന്നു. ഭക്ഷണം ആദ്യം പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല കേട്ടോ. ആദ്യം ഇതാ ലാസ്റ്റ് ആയപ്പോഴേക്കും ഉറങ്ങാൻ കിടന്നു, വയ്യായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.